ടെമ്പിൾ വിസിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഡയറക്റ്റ് പോയത് ലഞ്ച് കഴിക്കാൻ മച്ചിലിയിലേക്കാണ്. മച്ചിലി ഉടുപ്പിയിലെ വൺ ഓഫ് ദ ഫേമസ് ആയിട്ടുള്ള സീ ഫുഡ് റെസ്റ്റോറൻ്റ് ആണ്. അവിടെ നമുക്ക് ഒത്തൻറ്റിക് ആയിട്ടുള്ള മാംഗ്ലൂരിയൻ സീ ഫുഡ് ഡിഷസ് നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ പോയപ്പോൾ നല്ല തിരക്കായിരുന്നു ഉച്ചയ്ക്ക്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് നമ്മൾ അവിടെയുള്ള മെയിൻ ആയിട്ടുള്ള ഒത്തൻറ്റിക് ഡിഷസൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. മെയിൻലി ഗീ പ്രോൺ റോസ്റ്റ്, പിന്നെ തവയിൽ പൊള്ളിച്ചെടുത്ത പോംഫ്രറ്റിൻ്റെ ഫിഷ്, പിന്നെ നമ്മൾ റവയിൽ ഉള്ള മുക്കി പൊരിച്ചിട്ടുള്ള നത്തോലി പോലത്തെ മീൻ, പിന്നെ നമ്മൾ നോർമൽ സീ ഫുഡ് ലഞ്ചാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ നമുക്ക് മീൻ കറി ഉണ്ടാവും, പിന്നെ പ്രോൺസിൻ്റെ ഒരു പൊടി ഉണ്ടാവും, ഉപ്പേരി ഉണ്ടാവും. നല്ല അടിപൊളി ഇതായിരുന്നു, ഒരു ലഞ്ചായിരുന്നു. നല്ല റേറ്റും ചാർജസും വരുന്നുണ്ട്. അയാന് ഭയങ്കര ഇഷ്ടമായി. അയാൻ തനിയാണ് ഫുൾ ട്രിപ്പ് ഫുള്ള് തനി ഒറ്റയ്ക്കാണ് എല്ലാതും തിന്നിട്ടുണ്ടായിരുന്നത്. അവന് ഫിഷ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഫിഷ് പറഞ്ഞു കഴിഞ്ഞാൽ ഫിഷ് മാത്രം കഴിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പോയത് മാൽപ്പേ ബീച്ചിലേക്കാണ്. മാൽപ്പേ ബീച്ചിൽ നമ്മൾ പോയിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾ ബോട്ടിങ്ങിനാണ് പോയത്. ബോട്ടിങ് എടുത്തിട്ട് നമ്മൾ ഡയറക്റ്റ് സെൻറ്റ് മേരീസ് ഐലൻഡിൽ പോയതിന് ശേഷം പിന്നെ നമ്മൾ വന്നിട്ട് മാൽപ്പേ ബീച്ച് കവർ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ബോട്ടിങ്ങിന് വേണ്ടിയിട്ട് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. പെർ പേഴ്സണ് 150 എത്രയാണ് ചാർജ് വരുന്നത് ബോട്ടിങ്ങിന്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറുമ്പോൾ നമുക്ക് എല്ലാവർക്കും ലൈഫ് ജാക്കറ്റ് തരും. ലൈഫ് ജാക്കറ്റ് നിർബന്ധമാണ് ബോട്ടിൽ പോകുമ്പോൾ. എന്താണ്, അപ്പോൾ ഇത് കുട്ടികൾക്കും സെപ്പറേറ്റ് ആയിട്ടുള്ള ചെറിയ ലൈഫ് ജാക്കറ്റ് ഉണ്ട്. എൻ്റെ ഫസ്റ്റ് ബോട്ട് എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ല പേടിയുണ്ടായിരുന്നു ആദ്യം കയറുമ്പോൾ, കാരണം അതിങ്ങനെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതും സീൽ കൂടെ അല്ല പോണത്, നല്ല സ്പീഡിലാണ് പോവുക. അപ്പോൾ നല്ല പേടിയുണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ പിന്നെ ഓക്കെ ആയി. അയാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാരണം അയാൻ പറയുന്നുണ്ട് ഷാർക്കിനെ കാണാൻ പറ്റുന്നുണ്ട്, ഡോൾഫിനെ കാണാൻ പറ്റുന്നുണ്ട് എന്നൊക്കെ. അതാണ് ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു അയാൻ. അപ്പോൾ കുറച്ച് നമുക്ക് ദൂരെ ഇങ്ങനെ അടുക്കാറാകുമ്പോൾ നമുക്ക് കാണാൻ പറ്റും, കാണുന്നതാണ് ഐലൻഡ് എത്താറാകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ ബോട്ട് അടുപ്പിക്കാൻ പറ്റില്ല. അവർ നമ്മൾ വേറെ കുഞ്ഞ് ബോട്ടിൽ കയറ്റിയിട്ടാണ് പിന്നെ ഐലൻഡിലേക്ക് ഇറക്കുക. അപ്പോൾ ഐലൻഡിൽ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല. നമുക്ക് കുറച്ച് നടന്ന് കാണാൻ, കുറേ ഫോട്ടോസ് എടുക്കാൻ പറ്റും. അവിടെ തന്നെ ഉള്ളിൽ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ എൻജോയ് ചെയ്തിട്ട് അവർ പറയുന്ന ടൈമിൽ നമ്മൾ റിട്ടേൺ അടിക്കണം. പിന്നെ ഐലൻഡിൻ്റെ ഒരു ഭാഗം നമുക്ക് പോകാൻ പറ്റില്ല, അവിടെ ഡേഞ്ചർ സോണാണ്. കാരണം ഹൈ വേവ്സും ഒക്കെ വരുന്നതാവും. അതുകൊണ്ടാണ് അവരതോടെ റെസ്ട്രിക്റ്റഡ് ആയിട്ട് കെട്ടിയിരിക്കണത്. പിന്നെ അയാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു. അയാൻ ബബിൾസൊക്കെ ഊതി കളിക്കുന്നുണ്ട്. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് നമ്മുടെ കുഞ്ഞു ബോട്ട് വന്ന് നമ്മളെ കയറ്റിയിട്ട് പിന്നെ നമ്മൾ വലിയ ബോട്ടിലേക്ക് ആക്കുക ചെയ്യുക. നമ്മൾ അതിന് ശേഷം പിന്നെ മാൽപ്പേ ബീച്ചിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടെ പോയിട്ട് അയാൻ കുറേ നേരം സ്വിമ്മിങ് ഒക്കെ ചെയ്തു. പിന്നെ നമുക്ക് വാട്ടർ സ്പോർട്ട് ആക്ടിവിറ്റീസൊക്കെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ വലിയ ബോളിൻ്റെ ഉള്ളിൽ കയറാൻ പറ്റും. പിന്നെ സ്കീ ബോട്ട്സൊക്കെ ഉണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ക്യാമലിൻ്റെ മുകളിൽ കയറി. ലാസ്റ്റ് അയാന് ഇതുപോലത്തെ ഒരു ബോട്ടിൽ കയറണം പറഞ്ഞപ്പോൾ അവിടെയും കളിച്ചിട്ടാണ് പിന്നെ നമ്മൾ ഇറങ്ങിയത്. താങ്ക് യു ഫോർ വാച്ചിങ്. നെക്സ്റ്റ് ഡേ നമ്മൾ മുരുടേശ്വര പോയത്.